നമസ്കാരം. V9 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. വെളപ്പായ ചൈന ബസാറിൽ തീറ്റയെടുക്കുന്നതിനിടെ വിഷബാധയേറ്റ് 5 പശുക്കൾക്ക് ദാരുണാന്ത്യം. വിഷാംശമേറ്റ് ചികിത്സയിലായിരുന്ന പശുക്കിടാവും മരണത്തിന് കീഴടങ്ങി. വിഷാംശമേറ്റ് പശുക്കുട്ടിയുടെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നതായും വിവരങ്ങൾ. ഗർഭിണി പശുക്കൾ ഉൾപ്പെടെയുള്ള പശുക്കളുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ വില്ലനായത് മഞ്ഞുകാലത്ത് വിഷാംശം പുറപ്പെടുവിക്കുന്ന ബ്ലൂമിയ അഥവാ വേനൽ പച്ച എന്ന ഇനം വിഷച്ചെടി. വടക്കാഞ്ചേരി എങ്കക്കാട് മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റുകൾക്കിടയിലുള്ള പ്രദേശത്ത് തലയറ്റ നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. 2 ആഴ്ചയിലധികം പഴക്കമുള്ള പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം തിരിച്ചറിയാനുള്ള ശ്രമങ്ങളും തുടരുന്നു. 1974 വടക്കാഞ്ചേരിയിൽ ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ വടക്കാഞ്ചേരി ക്രിക്കറ്റ് ക്ലബിന്റെ 50ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടക്കും. വാർഷികത്തോടനുബന്ധിച്ച് ഓൾ കേരള ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 25 മുതൽ ഫെബ്രുവരി 9 വരെ തൃശൂർ കേരളവർമ്മ കോളേജ് ഗ്രൗണ്ടിൽ മത്സരങ്ങൾ. ഗുരുവായൂരിൽ പൊതുയിടങ്ങൾ കേന്ദ്രീകരിച്ചും മോഷണം. നഗരസഭയുടെ നേതൃത്വത്തിൽ കാനകൾക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് ഗ്രില്ലുകൾ വ്യാപകമായി മോഷ്ടാക്കൾ അപഹരിച്ചു. രാത്രിയുടെ മറവിലെത്തിയവർ കവർന്നത് 17ഓളം ഗ്രില്ലുകൾ. ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി മോഷ്ടാക്കളെ പിടികൂടുന്നതിനായി അന്വേഷണം ഊർജിതമാക്കി. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ കാട്ടാനയെ കണ്ടെത്തിയ സംഭവം. ആനയ്ക്ക് ചികിത്സ ഉറപ്പാക്കാൻ വിദഗ്ധ സംഘം അതിരപ്പള്ളിയിലെത്തി. മയക്കുവെടി വെച്ച് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ആന ഉൾവനത്തിലേക്ക് വലിഞ്ഞത് ദൗത്യസംഘത്തിന് വെല്ലുവിളിയായി. ബുധനാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച തിരച്ചിൽ വൈകുന്നേരം വരെ തുടർന്നെങ്കിലും ആനയെ കണ്ടെത്താനായില്ല. വ്യാഴാഴ്ച രാവിലെ ദൗത്യസംഘം വീണ്ടും പരിശോധന പുനരാരംഭിക്കും. കൊടുങ്ങല്ലൂരിന് സമീപം മൂത്തകുന്നത്ത് ഓടിക്കൊണ്ടിരുന്ന ചരക്ക് ലോറിക്ക് തീപിടിച്ചത് പരിഭ്രാന്തി വരുത്തി. കൊടുങ്ങല്ലൂരിലേക്ക് അരിയുമായി സഞ്ചരിച്ച ലോറിയാണ് കത്തിനശിച്ചത്. ബുധനാഴ്ച രാവിലെയോടെയാണ് സംഭവം. അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കി. ജീവനക്കാരുടെയും അധ്യാപകരുടെയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും സിവിൽ സർവീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി സംഘടിപ്പിച്ച സംസ്ഥാന വ്യാപക ഏകദിന പണിമുടക്ക്. വടക്കാഞ്ചേരി മേഖലയിൽ സമരം പൂർണ്ണം. തലപ്പള്ളി താലൂക്കിൽ 95% ജീവനക്കാരും പണിമുടക്കിൽ കണ്ണികളായി. താലൂക്കിന് കീഴിലെ 23 വില്ലേജ് ഓഫീസുകളിൽ 17 വില്ലേജ് ഓഫീസും പൂർണ്ണമായും അടഞ്ഞുകിടന്നു. പഴയന്നൂർ കല്ലംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ കണ്ടക്ടർ കുഴഞ്ഞു വീണ് മരിച്ചു. ചേലക്കര വെങ്ങാനല്ലൂർ സ്വദേശി മങ്ങാട്ട് കോൾപ്പുറത്ത രാജനാണ് ജോലിക്കിടെ ബസ്സിൽ കുഴഞ്ഞു വീണത്. കൂടെയുണ്ടായിരുന്നവർ ചേർന്ന് ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.